ഹലോ, അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്തെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോവാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ വീട്ടിലൊരു വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, ഓട്ടോമാറ്റിക്. അപ്പോൾ അത് കേടായി, പിന്നെ അത് നന്നാക്കാൻ നിന്നിട്ടില്ല, വേറെ വാങ്ങിക്കാൻ നിന്നിട്ടില്ല. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് ഒരു വാഷിംഗ് മെഷീൻ അങ്ങ് എടുത്ത് കളയാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഓട്ടോമാറ്റിക് നോക്കി, പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്ക് സെമിയാണ് ഇഷ്ടം ഓട്ടോമാറ്റിക്കിനേക്കാളും കൂടുതൽ. പിന്നെ എൻ്റെ മകൻ ഇവിടെ റിപ്പയറിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കയറിയപ്പം മുതൽ എല്ലാ വാഷിംഗ് മെഷീനിൻ്റെ ബേക്കിലാണ് കേട്ടോ മൂപ്പരുള്ളത്. ഇവിടുന്ന് പെറുക്കി കൊണ്ടുവരികയാണ്. എത്ര സ്ഥലത്തു നിന്നാണ് ഞാൻ പെറുക്കിയതെന്ന് അറിയില്ല. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ഒരു ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ ബ്ലൂ ഡയമണ്ടിലുള്ള പോപ്പീസിലേക്കായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോപ്പേഴ്സോ എന്തോ ആവട്ടെ, അവിടേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മൾ സ്ട്രിപ്സും കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രിങ്ക്സ് കുടിക്കാത്ത ഞാനൊന്നൊരു സ്പ്രൈറ്റൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഫുഡ് സൂപ്പറായിരുന്നു. ഇനി നമ്മൾ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മളിതാ ഒരു കൂട്ടം അലക്കാനിടുകയാണ് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ വന്നാലേ അലക്കൂ എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ വന്നിട്ട് ഞാൻ ഒരു ലോഡ് ഡ്രസ്സ് എൻ്റെത് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അയ്മണാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് വാഷിംഗ് മെഷീൻ കറങ്ങുന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ.